ലാവ്ലിൻ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനാണ്. അദ്ദേഹത്തിന് അത് കിട്ടിയോ ഇല്ലയോ അത് നമുക്കറിയത്തില്ല. പക്ഷേ മൊഴി കൊടുക്കാൻ അദ്ദേഹം പോയില്ല. അദ്ദേഹം ഈ മര്യാദയ്ക്ക് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ജോലി, അത് കഴിഞ്ഞാൽ പിന്നെ വീട്, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പൊതുരംഗത്തൊന്നും ഇടപെടാറില്ല. അത് മാത്രമല്ല, ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനോട് ലാവ്ലിൻ പോലെയുള്ള ഈ സങ്കീർണമായ വിഷയങ്ങളിൽ മൊഴി തരണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പോകാതിരുന്നത്. ഇതേക്കുറിച്ച് ഒരു വിശദീകരണം തന്നത് വിവേക് കിരണിന്റെ അച്ഛനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞ എന്തുവാ, ഈ സമൻസ് ഞങ്ങളാരും കണ്ടിട്ടേയില്ല. അത് വന്നോ വന്നില്ലയോ, പക്ഷെ ഇങ്ങനൊരു സാധനം നമ്മൾ കണ്ടിട്ടേയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഗൾഫിലേക്ക് ഒരു 7 ദിവസത്തെ സന്ദർശനത്തിനായിട്ട്, പര്യടനത്തിനായിട്ട് സ്ഥലം വിട്ടു. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് അടുത്ത വ്യാഴാഴ്ച മാത്രമേ തിരിച്ചെത്തത്തുള്ളൂ. പക്ഷെ പാർട്ടിക്കും പാർട്ടിയുടെ ഔദ്യോഗിക പത്രത്തിനും വേറെയില്ലാതെ കൂലിയെടുക്കുന്ന സൈബർ പോരാളികൾക്കും പിടിപ്പത് പണിയാ. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കണം, മകനെ ന്യായീകരിക്കണം, അതിനാവശ്യമായ കാപ്സ്യൂളുകൾ തരാതരം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു സമൻസ് അല്ല, ഇത് വെറും ഒരു നോട്ടീസാണ് എന്ന് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതുപോലെ തന്നെ ഇതിനൊരു ആധികാരികത പോരാ. മലയാള മനോരമ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു രേഖയാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കാതിരുന്നിട്ടല്ല. പക്ഷെ ഞങ്ങളുടെ അണികൾ വിശ്വസിച്ചോളും. അതായത് ഞങ്ങൾ പറയുന്നത് ഇതൊരു നോട്ടീസാണെന്ന്, അതേസമയം ഇത് കൃത്രിമമാണെന്നും പറയുന്നു. രണ്ടു കൂടെ തമ്മിൽ ഒരു ചേരായി ഉണ്ടെന്ന് അറിയാം. എന്നാൽ പോലും ഞങ്ങൾക്ക് ഇതൊക്കെ ന്യായീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, സമൻസ് വന്നത് പിണറായി വിജയന്റെ മകന്, അതിനെ തുടർന്നുള്ള പണി അണികൾക്ക്. ഇഡിയുടെ കറ കഴുകിക്കളഞ്ഞ് പിണറായി വിജയനെയും മകനെയും വെളുപ്പിച്ചെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പാർട്ടിയും പത്രവും അണികളും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അലക്കുകല്ലിട്ട് അടിച്ചു കഴുകുന്നുണ്ട്, അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്. 501 ബാർ സോപ്പ് മുതൽ ബ്ലീച്ചിങ് പൗഡർ വരെയുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വിപണിയിൽ ലഭ്യമായ എല്ലാ തരത്തിലുള്ള അലക്ക് ലായനികളും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ വലിയ പ്രയോജനമില്ലെന്നേ. കറ അങ്ങോട്ട് പോകുന്നില്ല, കഴുകും തോറും അത് കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഈ സമൻസ് കൃത്രിമമാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കൃത്രിമമാണെങ്കിലേ ഇതേപ്പറ്റി വിശദീകരിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പറയുമായിരുന്നല്ലോ. അതുപയോഗിച്ച് അദ്ദേഹം ഒരു പ്രതിരോധം തീർക്കുമായിരുന്നല്ലോ. അതൊന്നും ഉണ്ടായില്ല. ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകന് ന്യായീകരണവുമായി വന്ന മറ്റ് നേതാക്കള്, മന്ത്രിമാര്, ഇവരാരും ഇത് കൃത്രിമമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങള് പാർട്ടിയും അണികളും പത്രവും അങ്ങനെ തന്നെ പറഞ്ഞു സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമൻസിൽ എന്തുവാ പറയുന്നത്? നേരിട്ട് ഹാജരായി ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തെളിവ് തരാത്ത പക്ഷം, അല്ലെങ്കിൽ മൊഴി നൽകാത്ത പക്ഷം, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമനുസരിച്ച് താങ്കൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ സമൻസിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. ഇത് സമൻസ് ആണോ അതോ ഒരു നോട്ടീസാണോ? അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടാക്കാനാണ് ഇപ്പോഴ് പാർട്ടി പത്രവും പ്രവർത്തകരും സൈബർ യോദ്ധാക്കളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമൻസിൽ എന്താ പറയുന്നത്? ഹാജരായിട്ട് മൊഴി നൽകിയില്ലെങ്കിൽ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന. അത് സമൻസ് അല്ലെങ്കിൽ പിന്നെ ഏത് കടലാസിലാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ വയ്ക്കുക? പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തിന് വന്ന സമൻസ് മടക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തു. അതിനുശേഷം അതിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതെന്തുകൊണ്ടാ? അതിനുശേഷമാണല്ലോ ഇവിടെ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടന്നത്. അക്കാലത്താണല്ലോ നമ്മുടെ ADGP MR അജിത് കുമാറും RSSന്റെ നേതാവ് ഹൊസബളയുമായിട്ടൊരു കൂടിക്കാഴ്ച, രഹസ്യ സമാഗമം നടന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മുടെ തൃശ്ശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ടങ്ങോട്ട് കലക്കിയത്. അങ്ങനെയാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് ജയിച്ചത്. എന്തുകൊണ്ടാണ് ഈ ED സമൻസിന് ശേഷം മറ്റു നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്നിതിൽ നിന്ന് വ്യക്തമാണ്. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതിനെപ്പറ്റി പലവട്ടം സംസാരിച്ചതാണ്. ഈ മാസം 11, 14 തീയതികളിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ഈ സമൻസുമായി ബന്ധപ്പെട്ട 2 പേജുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് രണ്ടാണ്. 11-ാം തീയതി വന്ന ഒന്നാണ്, 14-ാം തീയതി വന്നത് വേറൊന്നാണ്.
ഇതെങ്ങനെയാ ശരിയാവുക എന്നാണ് ഈ സൈബർ പോരാളികൾ ചോദിക്കുന്നത്. പാർട്ടി പത്രവും അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ഹോ, ഇത് കണ്ടുപിടിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചതല്ല കേട്ടോ. സംഗതി ശരിയാ, രണ്ടും രണ്ടാ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതായത് സമൻസിന് 3 പേജാ. അത് 3 ദിവസങ്ങളിലായിട്ട് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 11-ാം തീയതി ആദ്യം വന്ന വാർത്തയോടൊപ്പം ചേർത്തിരിക്കുന്നത് സമൻസിന്റെ 1-ാം പേജാ. ആദ്യ പേജിലെ ജുഡീഷ്യൽ അധികാരത്തോടുകൂടി അദ്ദേഹത്തെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുകയാണ് എന്ന് പറയുന്ന ഭാഗം ആദ്യത്തെ ദിവസത്തെ 1-ാം പേജിലാണുള്ളത്. അതില് വിവേക് കിരണിന്റെ പേരുണ്ട്, ക്ലിഫ് ഹൗസിലെ അഡ്രസ് ഉണ്ട്. 14-ാം തീയതി മലയാള മനോരമ കൊടുത്ത വാർത്തയോടൊപ്പമുള്ള ചിത്രം അത് 2-ാമത്തെ പേജാ. അതിൽ സമൻസ് നമ്പര്, കോഡ് നമ്പര്, എവിടെയാണ് ഹാജരാകേണ്ടത്, എന്നാണ് ഹാജരാകേണ്ടത് മുതലായ വിവരങ്ങളാണ് ചേർത്തിരിക്കുന്നത്. മറ്റൊരു പേജും കൂടെ മനോരമ കൊടുത്തിരുന്നു. അതിൽ പറയുന്നത് അദ്ദേഹം മൊഴി കൊടുക്കാൻ വരുമ്പോൾ ഏതൊക്കെ രേഖകളാണ് അദ്ദേഹം കൈവശം വയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ 3 പേജുകളിലുള്ള സമൻസ് 2 ദിവസമായിട്ട് പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ. അതാണ് സൈബർ പോരാളികൾ പറയുന്നത് രണ്ടും വ്യത്യസ്തമായ പേജുകളാണ്, ഒന്നല്ല, ഇത് കൃത്രിമമാണ് എന്ന്. മനസ്സിലായല്ലോ ഈ പ്രചാരണത്തിന്റെ പിന്നിലെ ബുദ്ധി. 11, 14 തീയതികളിൽ പ്രസിദ്ധീകരിച്ച 2 ചിത്രങ്ങളില് 2 നമ്പരാ വന്നിരിക്കുന്നത്. അതാണ് വേറൊരു വാദം. അതും ശരിയാക്കട്ടോ. ഈ CPM-ലെ ബുദ്ധിശാലികള് ഇതൊക്കെ കണ്ടുപിടിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചതല്ല. അവരെ പറ്റിക്കാൻ പറ്റുമോ? സംഗതി ശരിയാ, 2 പേജില് 2 നമ്പറുകളാ. പക്ഷേ ഈ ബുദ്ധിശാലികൾ കാണാത്ത, അല്ലെങ്കിൽ മനസ്സിലാകാത്ത, അല്ലെങ്കിൽ മനസ്സിലായി എന്ന് ഭാവിക്കാത്ത ഒരു വസ്തുതയുണ്ട്. അതായത് 11-ാം തീയതിയിലെ പത്രത്തിൽ വന്ന രേഖയിലുള്ളത് സമൻസിന്റെ നമ്പർ. 14-ാം തീയതി കൊടുത്ത ചിത്രം ഏതാ? അതിലുള്ളത് എന്തുവാ? ഏത് നമ്പരാ? കേസിന്റെ നമ്പർ. 2 നമ്പരാ, പക്ഷേ 2 കാര്യങ്ങളുടെ നമ്പരാ. സംഗതി കൃത്രിമമാണ്, ആധികാരികമല്ല എന്നാണ് മറ്റൊരു വാദം. പക്ഷേ ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഈ ED-യുടെ സൈറ്റിൽ ചെന്നിട്ട് വെരിഫൈ യുവർ സമൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് സമൻസിന്റെ നമ്പരും ഈ സമൻസിനൊരു പാസ്വേഡ് വന്നിട്ടുണ്ട്, അതും കൂടെ അടിച്ചു കൊടുത്താൽ സംഗതി ഇഞ്ഞു വരും, ഈ സമൻസ് ഇഞ്ഞു വരും. ആർക്ക് വേണേ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇത് ആധികാരികമാണോ കൃത്രിമമാണോ എന്ന് ആർക്കും പരിശോധിച്ച് മനസ്സിലാക്കാം. സംഗതി പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയാതിരുന്നിട്ടും ഈ സമൻസ് വ്യാജമാണ്, കൃത്രിമമാണ്, അത് 2 നമ്പരാണ് സമൻസിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്, ഇത് സമൻസ് അല്ല നോട്ടീസാണ് എന്നൊക്കെ പറഞ്ഞു പരത്താൻ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പാഴ്വേലയാണെന്നല്ലാതെ, വൃഥാ വ്യായാമമാണെന്നല്ലാതെ എന്താണ് പറയുക? എന്താണ് പറ്റിയത്? സമരം ചെയ്യാന്, ചുമരെഴുതാന്, എതിരാളികളുടെ തല്ലുകൊള്ളാൻ, എതിരാളികളെ തല്ലാൻ, അവരുടെ കൊടിമരം പിഴുതെറിയാൻ, പോലീസിന്റെ തല്ലുകൊള്ളാൻ, അപമാനം സഹിക്കാൻ, പഠിത്തം നഷ്ടപ്പെടാൻ, അവസാനം വഴിയാധാരമാവാൻ, ഇതെല്ലാം സാധാരണ SFIക്കാർക്കും DYFIക്കാർക്കും വിധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ പോലെ മാനമര്യാദയ്ക്ക് ജോലി എടുത്ത് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ജോലി അത് കഴിഞ്ഞാൽ വീട് എന്ന രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില കടമകളുണ്ട്, പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത ജോലികളുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക, കുടുംബത്തെ ന്യായീകരിക്കുക, അതുതന്നെ പാർട്ടി ചെയ്യുന്ന എന്ത് കൊള്ളരായ്മകളെയും ന്യായീകരിക്കുക. അതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികളാണ്. അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. എഴുത്തുകാരനായ കൽപ്പറ്റ നാരായണൻ അതൊന്നും സൂചിപ്പിച്ചതേ ഉള്ളൂ. അത് എവിടെ വെച്ചാ പ്രസംഗിച്ചത്? ഒരു ഇടതുമുന്നണി വേദിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്റെ അമ്മോ, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കടിച്ചു കീറേണ്ട ജോലിയും ഈ സൈബർ പോരാളികൾക്ക് വന്നു ചേർന്നിരിക്കുക. ചെത്തുകാരന്റെ മകന്റെ മകനും ചെത്തുകാരനാകണമെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് എന്നും മറ്റുമുള്ള ഈ പഴഞ്ചൻ സെന്റിമെന്റ്സും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ ബുദ്ധിജീവികളും സാധാ ജീവികളും ബുദ്ധിയില്ലാത്ത ജീവികളും ഒരുപോലെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൽപ്പറ്റ മാഷ് എന്തുവാ ചോദിച്ചത്? അതായത് സമ്പന്നനായി ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിലും നമുക്കൊരു പങ്കുമില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു വലിയ തലമുറയുണ്ട്. എന്റെ മകനും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് അഭിമാനിക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്തത് ഈ അടിയും തല്ലും കൊണ്ട് അപമാനിക്കപ്പെട്ട് ആരോപണങ്ങൾ കേട്ട് ജീവിതം പാഴാക്കുന്ന SFIക്കാരോടും DYFIക്കാരോടും കാണിക്കുന്ന അവഗണന അല്ലേ എന്ന ഒരു അവിവേകം
കൽപ്പറ്റ മാഷ് പറഞ്ഞുപോയി. അതിനാണ് ഇപ്പൊ ഈ സൈബർ പോരാളികള് അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നത്. അതിപ്പോ കൽപ്പറ്റ മാഷ് മാത്രമല്ല കേട്ടോ. ഈ വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത മലയാള മനോരമയിലെ റിപ്പോർട്ടർ, അവരുടെ കുടുംബാംഗങ്ങള്, മനോരമയുടെ പത്രാധിപരുടെ മുതുമുത്തച്ഛന്മാര്, ഇവരെല്ലാം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത കൊടുത്തതിന്. ഈ വാർത്ത തെറ്റാണെങ്കിൽ നമുക്ക് വിമർശിക്കുന്നത് മനസ്സിലാക്കാം. ഈ വാർത്ത ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നപോലെ സത്യമാണ്. അതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പോലും അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇ ഡി അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇ ഡിയുടെ വെബ്സൈറ്റിൽ ചെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ ആർക്കും ബോധ്യമാകും. എന്നിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഏത് തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ പിന്നെ കൽപ്പറ്റ നാരായണ മാഷെ വെറുതെ വിടുമോ? ഈ കൽപ്പറ്റ നാരായണ മാഷ്ക്ക് ഇതെന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത്. CPM-ലെ എത്ര നേതാക്കന്മാരുടെ മക്കള് SFI ആയിട്ടോ DYFI ആയിട്ടോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. സമരരംഗത്ത് ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ പഠിക്കാൻ പോകും. ചിലപ്പോൾ സ്വാശ്രയ കോളേജിലായിരിക്കും പഠിച്ചു ചിലപ്പം 3rd ക്ലാസ്സിലോ 2nd ക്ലാസ്സിലോ ആയിരിക്കും ജയിക്കുക. പലരുടെയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പോലും അവർക്കൊക്കെ ജോലി കിട്ടും. വിദേശ രാജ്യങ്ങളിലെ ചില സമ്പന്നന്മാരുടെ കമ്പനികളിൽ, അല്ലെങ്കിൽ നാട്ടില് സ്വാധീനമുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടും. അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ ചില ഏജൻസികൾ എടുക്കും, കച്ചവടം നടത്തും. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് CPM നേതാക്കളുടെ മക്കള്. അടികൊള്ളാനും തല്ലുകൊള്ളാനും, മാഷ് പറഞ്ഞ പോലെ ആരോപണം കേൾക്കാനും അപമാനം സഹിക്കാൻ ആരാ ഉള്ളത്? അതിനാ DYFI-യും SFI-യും ഉള്ളത്. അത് ഇതുവരെ മാഷൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൂട്ടത്തിൽപ്പെട്ട ചിലര് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയെങ്കിലും പാർട്ടി ഇടപെട്ട് സബൂറാക്കും. അത് വേറൊരു ക്ലാസ്സാ മാഷേ. അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ ദയവേത് മാഷ് പോകരുത്. എന്തായാലും CPM-ന് ഇപ്പം ഗ്രഹപ്പിഴ കാലമാണെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നപ്പോൾ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തതാ. അതിലൊന്നായിരുന്നു ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം. അത് പൊളിഞ്ഞുപോയി. ആടും പേരൊന്നും വന്നില്ലെന്നേ. വേണ്ടവരൊന്നും ശരിയായില്ല. അത് മാത്രമല്ല, യഥാർത്ഥ വിശ്വാസികൾ അങ്ങ് പുറത്തിരിഞ്ഞ് നിൽക്കുകയും ചെയ്തു. പാർട്ടിക്കാർ വന്നിട്ട് എന്താ കാര്യം? അതങ്ങനെ പൊളിഞ്ഞുപോയി. അതിന്റെ പിന്നാലെ വാസുദേവൻ എന്തോ സംഭവിച്ചത്? ശബരിമലയിലെ പെരും കൊള്ളയുടെ കഥകള്, അതിങ്ങനെ ദിവസവും പുതിയ പുതിയ കഥകള് വന്നുകൊണ്ടിരിക്കുക. തലപൊക്കി നടക്കാൻ വരാത്ത അവസ്ഥ വന്നിരിക്കുക. ഇപ്പതാ ED, മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ച കേസ് 2.5 കൊല്ലം മുമ്പ് നടന്നതാ. അതിപ്പോ ദാ പൊങ്ങി വന്നിരിക്കുന്നു. ഇതൊക്കെ എവിടുന്നാണ് ചോർന്നു പോയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ആ ഷാബി പറമ്പിലിന് 2 കൊടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചതാ. അതും നടന്നില്ല. പയ്യൻസ് ഈ അവസരം ഉപയോഗിച്ച് കൂടുതൽ മുകളിലോട്ട് പോവുക. പിന്നെ നമ്മൾ EP ജയരാജനെയൊക്കെ നിറക്കി ശകലം ഭീഷണിയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം മൂക്കിന്റെ ഭാരം പോയതേ ഉള്ളൂ. കൂടുതൽ കളിച്ചാല് ഇതിനപ്പുറത്തുണ്ടാവും എന്നൊക്കെ നമ്മള് ജയരാജൻ സാഹിബിനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ? ആലപ്പുഴയിൽ മുട്ടനടി. നമ്മുടെ സുധാകരൻ ഒരു വശത്ത്, മറുഭാഗത്ത് മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സജി ചെറിയാൻ, പഴയ നേതാവ് AK ബാലൻ, ജില്ലാ സെക്രട്ടറി R നാസർ, H സലാം MLA. അവിടെ കുറെ കാലമായിട്ട് ഒരു എക്കച്ചക്കൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തുവാ സംഭവിച്ചെന്ന് ചോദിച്ചാല്, നമ്മുടെ സജി ചെറിയാൻ മന്ത്രി, അദ്ദേഹം നമ്മുടെ സുധാകരനെ ഉപദേശിക്കാൻ പോയിരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, പാർട്ടിയോട് ചേർന്ന് നിന്ന് ഇംഗിലാബുമൊക്കെ വിളിച്ചങ്ങനെ നിന്നാ മതി എന്നൊരു ഉപദേശം. SFIയുടെ ആദ്യകാലം മുതല് സംസ്ഥാനത്തുടനീളം ആ സംഘടന വളർത്താൻ പാടുപെട്ട് ശ്രമിച്ച ഒരു നേതാവാ. പിന്നീട് ആലപ്പുഴയില് ആ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാള്. അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആരാ? നമ്മുടെ സജി ചെറിയാൻ മന്ത്രി. സഹിക്കുമോ നമ്മുടെ സുധാകരന്? സുധാകരനാണെങ്കിൽ ഇപ്പോഴ് വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ഒതുക്കപ്പെട്ടു എന്നൊരു തോന്നലിൽ നിൽക്കുകയും കൂടാ. അപ്പോഴാണ് ഈ ഉപദേശം. നന്നായിട്ട് പറഞ്ഞു. എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട, എന്നോട് മുട്ടാൻ വരികയും വേണ്ട. കൃത്യമായിട്ട് പറയാനുള്ളത് സജി ചെറിയാനോട് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സുധാകരൻ സാഹിബിന് അത് സാധിക്കും കേട്ടോ. മറ്റു പല നേതാക്കളെയും പോലല്ല. കയ്യിൽ ഒരു തരി അഴിമതിക്കറയില്ല. സത്യസന്ധന, നല്ല ഒന്നോന്തരം നേതാവായിരുന്നു, സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളാ. അല്ലാതെ പാർട്ടിയെ അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒട്ടുമേ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ആർജവമുണ്ടല്ലോ, ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം, അതാണ് സുധാകരനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ആരുടെയും മുമ്പിൽ അങ്ങനെ പതറിപ്പോകാത്തത്. അദ്ദേഹത്തിനെതിരെ ഇപ്പം
സജി ചെറിയാനോ AK ബാലനോ നാസറോ സലാമോ ഒക്കെ ഒന്നിച്ചു നിന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇടയ്ക്ക് ഒരു വാചകം പറഞ്ഞായിരുന്നു, ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു തുള്ളി ചോര വീണിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് സുധാകരൻ. അതിന്റെ ഒരു ആർജവുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പുള്ളിക്കാരനോട് കയറി മുട്ടാൻ പോയാലേ അത് ഏത് മന്ത്രിയാണേലും സെക്രട്ടേറിയറ്റ് അംഗമാണേലും ജില്ലാ സെക്രട്ടറി ആണേലും ഇരുമ്പേൽ കടിച്ചതുപോലെ ആകത്തേ ഉള്ളൂ. പക്ഷേ പറഞ്ഞല്ലോ, എന്തോ ഒരു ഗ്രഹപ്പയുടെ ലക്ഷണമാണ്. നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹത്തിന് ഒരു സ്വന്തം ജ്യോത്സ്യനുണ്ട് മലബാറിൽ എവിടെയോ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണുന്നതാ. അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഒന്നുകിൽ കവഴി നിരത്താം, അല്ലെങ്കിൽ ഗ്രഹനില നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് ഒന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അടുത്ത് പോയിട്ട് പ്രശ്നം വയ്ക്കുകയോ മഷി നോക്കുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ഗോവിന്ദ മാഷേ, പാർട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം പരിഹാരക്രിയകൾ നടത്തണം. ഈ ശബരിമലയിലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ പുറത്താ. അദ്ദേഹത്തോട് ചോദിച്ചാൽ വേണ്ട ഉപദേശങ്ങൾ നൽകും.